അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് നമ്മളെ തേടിയെത്തുന്നത്. ഫ്രഞ്ച് ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നേറ്റം നടക്കുന്നു എന്ന വാർത്ത വരുന്നു. അവിടെ തീവ്ര വലതുപക്ഷത്തിന് വലിയ തിരിച്ചടി, അത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. ഇടതുപക്ഷവും മധ്യ കക്ഷികളും ചേർന്നുള്ള സഖ്യം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഒരു തൂക്കുസഭയ്ക്ക് സാധ്യതയുണ്ട് ഫ്രാൻസിൽ എന്നാണ് കേൾക്കുന്നത്. പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകണം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ശില്പ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഫ്രാൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ശില്പ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ശില്പ, എന്താണ് ഫ്രാൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ ഇടതുപക്ഷ മുന്നേറ്റം ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇടത് സഖ്യം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അപ്രതീക്ഷിത തിരിച്ചടിയാണോ അവിടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് സംഭവിച്ചത്? തീർച്ചയായും മനു, തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസിൽ ഉണ്ടായിരിക്കുന്നത്. ഫ്രാൻസ് ദേശീയ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള നാഷണൽ പാർട്ടി അവിടെ മുന്നേറുമെന്നൊരു ഫലസൂചനകളൊക്കെയായിരുന്നു വന്നിരുന്നത്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയും തീവ്ര വലതുപക്ഷം മുന്നേറുമെന്നുള്ളൊരു പ്രവചനങ്ങളൊക്കെ വന്നിരുന്നു. യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലടക്കം വലിയ ഈ ഒരു നാഷണൽ റാലി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇതിപ്പോൾ ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നാഷണൽ റാലി, തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഈ വലിയ ലോകം തന്നെ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ ഒളിമ്പിക്സ് ഒക്കെ നടക്കാൻ പോകുന്ന സാഹചര്യമുണ്ട് അടുത്ത മാസം. അപ്പോൾ വലിയ തെരഞ്ഞെടുപ്പൊക്കെ വലിയ രീതിയിൽ നോക്കിക്കണ്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ ഇന്നലെയുമായാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ടം ഇന്നലെ ആയിരുന്നു. അത്തരത്തിലാണ് ദേശീയ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി മുന്നേറുമെന്ന ആശങ്ക വലിയ തോതിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്നു. കാരണം ഈ കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള, അതോടൊപ്പം തന്നെ കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുള്ള ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള നാഷണൽ റാലി അധികാരത്തിലേറുമെന്നൊരു ആശങ്കയായിരുന്നു അവിടെ മുഴുവനും ഉള്ളത്. നമുക്കറിയാം, ഈ മുസോളിനിയോടുള്ള ആരാധനയൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടി കൂടിയായിരുന്നു തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്ക യൂറോപ്പിൽ ഒട്ടാകെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സുപ്രധാനമായും ഈ ഫ്രാൻസിന്റെ വിദേശകാര്യ നയങ്ങളിലൊക്കെ സംബന്ധിച്ച് അതിനെ ദോഷകരമായി, വിദേശകാര്യ നയങ്ങളെ അടക്കം ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇത് പല അയൽ രാജ്യങ്ങളടക്കം ഇത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും 577 അംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന് 289 സീറ്റുകളാണ് വേണ്ടത്. 577 അംഗ പാർലമെന്റ് സീറ്റാണുള്ളത്. അപ്പോൾ അതിൽ 289 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. നാഷണൽ റാലി ഈ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ, അത്തരത്തിലൊരു സൂചന ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇടതു പാർട്ടികളും ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യവർഗ പാർട്ടികളും ചേർന്നായിരുന്നു തമ്മിൽ പ്രത്യേക ധാരണയുണ്ടാക്കിയിരുന്നു. അത്തരത്തിലാണ് അവിടെ ഒരു സഖ്യം ഉണ്ടാക്കിയത്. വോട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ ഫ്രാൻസിൽ ദേശീയ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളിലും ഉണ്ടായൊരു കാര്യമെന്ന് പറയുന്നത് വലതുപക്ഷ ആശയങ്ങൾക്ക് വലിയ തിരിച്ചടി സംഭവിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ബ്രിട്ടനിലാണെങ്കിൽ അവിടെ ടോറികളുടെ 14 വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടിക്ക് തിരികെ വരാനുള്ള സാധ്യത തിരികെ വരുന്നു. ഇവിടെ ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ കക്ഷികളെ മൂലക്കിരുത്തിക്കൊണ്ട് ജനങ്ങൾ ഇടതു സഖ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മാറുന്ന ലോകക്രമത്തിൽ ഇടത് ആശയങ്ങൾക്ക്, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ട്. ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന് ഇടതുപക്ഷ ആശയങ്ങളാണ് വേണ്ടത്. കാരണം നമുക്കറിയാം, കുടിയേറ്റവും യുദ്ധവും ഒക്കെ ലോകക്രമത്തിൻ്റെ സമാധാനം കെടുത്തുന്ന ആളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇടതുപക്ഷ ആശയങ്ങളാണ് പ്രസക്തമാകുന്നത് എന്ന സൂചനയാണോ ഈ തെരഞ്ഞെടുപ്പുകളും ഈ ജനവിധിയും ഒക്കെ പറയുന്നത്? തീർച്ചയായും മനു, അങ്ങനെ വേണം കാണാൻ. ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളാണ് ആളുകൾ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ സമാനമായ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടനിലെ പോലെ തന്നെ ഇപ്പോൾ ഈ ഫ്രാൻസിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടനിൽ എങ്ങനെയാണോ സംഭവിച്ചത് അതേപോലെ തന്നെ ഈ പാർലമെന്റ് അടക്കം പിരിച്ചുവിട്ട്, നേരത്തെ വിജയപ്രതീക്ഷയിൽ പാർലമെന്റ് അടക്കം പിരിച്ചുവിടുന്ന സാഹചര്യമായിരുന്നു ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവിടെ പെട്ടെന്നൊരു
വലിയൊരു ഇമാനുവൽ മക്രോൺ അടക്കം ക്ഷമിക്കണം, അവിടെ ഒരു പൊടുന്നനെ ഒരു പ്രത്യേകം ഒരു തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ ഈ വോട്ടുകൾ തമ്മിൽ മധ്യവർഗ പാർട്ടികളുമായി ഇടതു സർക്കാർ ധാരണയുണ്ടാക്കിയതിനെ തുടർന്ന് 400-ലധികം സ്ഥാനാർത്ഥികൾ ഈ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ 400-ലധികം സ്ഥാനാർത്ഥികളെ അടക്കം പിന്മാറിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു തന്ത്രം തീർച്ചയായും വിജയിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആദ്യ ഘട്ട ഫലസൂചനകൾ മാത്രമാണ് പുറത്തു വരുന്നത്. എങ്കിലും ഇനി അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. 192 സീറ്റുകൾ ഇടതുപക്ഷം നേടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇമാനുവൽ മാക്രോന്റെ പാർട്ടി 170 സീറ്റുമായി രണ്ടാമതുമുണ്ട്. നാഷണൽ റാലി 182 സീറ്റുമായി ഒതുങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഈ പാരീസിലടക്കം വലിയ സംഘർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പ്രവർത്തകർ, നാഷണൽ റാലിയുടെ പ്രവർത്തകരും പോലീസും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടി വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കൊക്കെ അത് കലാശിച്ചിട്ടുണ്ട്. പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് 25ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ മധ്യവർഗ പാർട്ടികളും നടത്തിയ ഒരു അവിശുദ്ധ സഖ്യമാണ് ഈ തങ്ങളുടെ പരാജയത്തിന് കാരണമെന്നാണ് ഈ നാഷണൽ റാലിയുടെ പ്രമുഖ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും ഒക്കെയും പ്രതികരിക്കുന്നത് അത്തരത്തിലാണ്. ഏതായാലും വലിയൊരു ഫ്രഞ്ച് ദേശീയ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇടതു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീവ്ര വലതുപക്ഷത്തിന് ഫ്രാൻസിൽ വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നത്. ഇതോടെ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഗബ്രിയേൽ അറ്റാൽ രാജിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു ശില്പയാണ് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങൾ ഫ്രാൻസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഫ്രാൻസിൽ ഇടത് സഖ്യം വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. വലതുപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ചും അവരുടെ നാഷണൽ പാർട്ടി വലിയ തോതിൽ പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന യൂറോപ്യൻ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കിയ പാർട്ടിയാണ് അവിടുത്തെ വലതുപക്ഷം എന്ന് പറയുന്നത്. പക്ഷേ ഈ ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായൊരു വലിയ തിരിച്ചടി അവർക്ക് സംഭവിക്കുന്നു. അതായത് ഈ മാറിയ ലോകക്രമത്തിൽ ഇടതുപക്ഷ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ലോക ജനത തിരിച്ചറിയുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വലതുപക്ഷം പലയിടങ്ങളിലും വലിയ തിരിച്ചടി, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കൺസർവേറ്റീവുകൾ ബ്രിട്ടനിൽ തിരിച്ചടി നേരിടുന്നത്. ഇപ്പോൾ ഇതാ ഫ്രാൻസിൽ അവിടുത്തെ വലതുപക്ഷ പാർട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. ഇടതുപക്ഷ സഖ്യം മുന്നേറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഫ്രഞ്ച് ഒരു സങ്കീർണമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്, നമുക്കറിയാവുന്നതാണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ വംശീയത പറയുന്ന ഒരു രാജ്യം കൂടിയാണ്. അവരുടെ ഒരു ആഢ്യത്വത്തിലൊക്കെ ഭയങ്കരമായി അഭിമാനം കൊള്ളുന്ന ഒരു ജനത കൂടിയാണ്. അവിടെയാണ് ഇടതു സഖ്യം മുന്നേറ്റം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഏതായാലും 192 സീറ്റുകൾ ഇടതു സഖ്യത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലതുപക്ഷം വലിയ തോതിൽ പുറകോട്ട് പോയിരിക്കുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഫ്രാൻസിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വാർത്ത.